കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണ്. ഇത് ഞാൻ എന്താണ് ഗായത്രി മന്ത്രം, എങ്ങനെയാണ് നാം ഗായത്രി മന്ത്രം ഉച്ചാരണം നടത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ജപിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഗായത്രി മന്ത്ര ജപത്തിലൂടെ സൂര്യനെ ഉപാസിച്ച നമ്മുടെ പൂർവ്വ ഭാരതീയരുടെ ഒരു ചിന്തയല്ല ഇന്നത്തെ പാശ്ചാത്യ ലോകത്തിലെ ആളുകൾക്കുള്ളത്. ഗായത്രി വെറുമൊരു മന്ത്രം മാത്രമല്ല, അതൊരു മീറ്റർ കൂടെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ പൊതുവെ നാം ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ഭജനകളുമായി അല്ലെങ്കിൽ ഉപാസനകളുമായിട്ടായിരിക്കും ഗായത്രി മന്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത്. ഒരു മന്ത്രം എന്നതിലുപരി ഗായത്രിയെ വേദങ്ങളുടെയും പ്രണവത്തിന്റെയും ഉത്ഭവമായും ബീജമായുമാണ് കണക്കാക്കുന്നത്. ഓം എന്ന അക്ഷരം ഗായത്രിയുടേതാണ്. അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഒരക്ഷരത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മം തന്നെയാണ് ഓം. അതില് ആ, ഉ, ഉം എന്നിങ്ങനെ 3 ശബ്ദങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് മൂന്നിലുമുള്ള ഗുണങ്ങൾ സത്വ, രജസ്, തമസ് എന്നിവയാണ്. 3 ലോകങ്ങളിലും ഭൂമി, സ്വർഗം, പാതാളം, അതേപോലെ 3 കാലങ്ങള് ഭാവി, ഭൂതം, വർത്തമാനം എന്നിവയിലെല്ലാം ഓം വ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ത്രിമൂർത്തികളെ എല്ലാം ഭരിക്കുന്ന പരമമായ ശക്തിയുമാണ് ഓം. ഗായത്രി മന്ത്രം എല്ലാ മന്ത്രങ്ങളുടെയും സാരാംശമാണെന്ന് പറയപ്പെടുന്നു. 3 വേദങ്ങൾ അത് ഗായത്രിയുടെ 3 വരികളായാണ് കണക്കാക്കപ്പെടുന്നത്. ഗായത്രി അല്ലെങ്കിൽ സാവിത്രി ജപത്തിന് 3 പ്രധാനമായ രീതികളുണ്ട് ജപിക്കുന്നതിന്. ജപവാചിക, ഉപാംശു, ധ്യാനം എന്നിവയാണ് ആ 3 തരമായിട്ടുള്ള ഒരു ജപരീതികൾ. ഗായത്രിയുടെ വാചിക ആവർത്തനത്തിൽ, അതായത് ഓരോ വാക്കും ഓരോ അക്ഷരവും ശരിയായ ഉച്ചാരണത്തിൽ വ്യക്തമായി നാം ഉച്ചരിക്കണം. അത് ഉദാത്തം, അനുദത്തം, സ്വരിതം എന്നീ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണം. അതായത് ഉയർന്ന, താഴ്ന്ന, മിശ്രിത സ്വരങ്ങളിൽ ഉച്ചത്തിൽ ഉച്ചരിക്കണം, ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്നത് പോലെ. ഇങ്ങനെ നമ്മൾ ജപിക്കുന്നതിനെയാണ് വാചിക ജപം എന്ന് പറയുന്നത്. എന്നാൽ ജപം ചെയ്യുമ്പോൾ ചുണ്ടുകളുടെ ചലനം കുറവായിരിക്കും. ഉച്ചാരണ സാവധാനത്തിലും ഒരാൾക്ക് മാത്രം കേൾക്കാവുന്ന താഴ്ന്ന സ്വരത്തിലുമായിരിക്കുമെങ്കിൽ അതിനെ ഉപാംശു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ നാവും ചുണ്ടുകളും ചലിക്കാതിരിക്കുകയും പല്ലുകൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഋഷിമാരും വേദവിജ്ഞാനത്തിൽ വിദഗ്ധരുമായിട്ടുള്ള ആളുകൾ പറയുന്നത് നിശബ്ദ ജപം അല്ലെങ്കിൽ മനസ് ജപം എന്ന് വിളിക്കുകയാണ്. ഏതു മന്ത്രം ജപിക്കുമ്പോഴും, അത് പ്രത്യേകിച്ച് ഗായത്രി മന്ത്രമാകുമ്പോൾ മന്ത്രത്തിൽ അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ സമയത്ത് ജപിക്കുന്ന ആളിൻ്റെ തലയും കഴുത്തും അനങ്ങാതെ ഇരിക്കണം, നേരെ ഇരിക്കണം. കൂടാതെ ജപം വളരെ രഹസ്യമായിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു തുറസായ സ്ഥലത്തല്ല ഇത് നടത്തേണ്ടത്. അങ്ങനെ പറയുവാൻ ഒരു കാരണം, യക്ഷന്മാർ, രാക്ഷസന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, അതായത് അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഈ മന്ത്രത്തിന്റെ ആഗ്രഹിച്ച ബലപ്രയോഗത്തിലൂടെ അപഹരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുന്നു. ഇതെല്ലാം പൂർവികർ പറഞ്ഞൊരറിവാണ്. വളരെ തിടുക്കത്തിലോ മനസ്സ് മറ്റു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴോ ജപം നടത്തരുത്. അതായത് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ജപിക്കാം, അങ്ങനെ ചെയ്യരുത്. ജപത്തെ തടസ്സപ്പെടുത്തുന്നതിന് ശത്രുവായതിനാൽ, അതായത് ജപം തടസ്സപ്പെടുത്തുന്നതെല്ലാം ശത്രുവായതിനാൽ ജപിക്കുന്ന ആൾക്ക് നിയന്ത്രിതമായ ഒരു ഉറക്കം ഉണ്ടായിരിക്കണം. ജപിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, കാരണം അത് മനസ്സിനെ വ്യതിചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ പരിപൂർണമായ ഒരു ജാഗ്രതയോടെ നാം ജപം നടത്തണം. എങ്കിൽ മാത്രമേ അതിനൊരു ഫലസിദ്ധി ഉണ്ടാകുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജപം ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചിരിക്കുകയോ പിന്നിലേക്ക് നോക്കുകയോ ഒന്നും ചെയ്യരുത്. തലപ്പാവ് അല്ലെങ്കിൽ മൂടുപടം ധരിച്ച് ജപം ചെയ്യാനോ അതൊന്നും നാം പാടില്ല. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ ഗായത്രി ജപം നാം ജപിക്കരുത്. ഇത് ചെയ്യുമ്പോൾ കൈകളുടെ ചലനങ്ങൾ നിയന്ത്രിക്കുകയും കാലുകൾ പരസ്പരം ആശ്രയിക്കാതിരിക്കുകയും വേണം. അതായത് കാലിന് മുകളിൽ കാലെടുത്ത് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. നിലത്തിരുന്നു കൊണ്ട് വേണം ജപിക്കാൻ. മറ്റുള്ളവർ മന്ത്രം കേൾക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. രഹസ്യത്തിലാകുന്നതാണ് ഏറ്റവും അനുയോജ്യം. എന്ത് ചെയ്താലും, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം നമ്മൾ ചെയ്യുമ്പോൾ എത്ര വേണേലും ചെയ്യാം, അങ്ങനെയല്ല. ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു ജപത്തിന് കണക്കുണ്ട്. ഗായത്രി മന്ത്രം 10 തവണയെ താഴെ ജപിക്കരുതെന്നാണ് പറയുന്നത്. 1000 തവണ നമ്മളത് ജപിക്കുമ്പോൾ ഗായത്രി മന്ത്രം ഏറ്റവും ഉയർന്ന പുണ്യമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 10 ജപങ്ങൾ ഒരു പ്രാവശ്യം അനുഷ്ഠിച്ചാൽ ഈ ജന്മത്തിലെ പാപങ്ങൾ നശിക്കുമെന്നും, 100 ജപങ്ങൾ ചെയ്താൽ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളും, 1000 ജപം ചെയ്താൽ ഈ ജന്മത്തിന് മുമ്പുള്ള 3 ജന്മം, അതായത് ഈ ജന്മം, കഴിഞ്ഞ ജന്മം, അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിലെ പാപങ്ങൾ നശിക്കും എന്നാണ്
ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഇതേക്കുറിച്ചെല്ലാം മനസ്സിലാക്കി വേണം നാം ഗായത്രി ജപം ജപിക്കുവാൻ.